Question number 2, Srimati O.S. Ambika. Sir. Minister. Sir, സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അശരണരും നിരാലംബരുമായവർക്കൊരു കൈത്താങ് എന്ന നിലയ്ക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും ഫണ്ട് കണ്ടെത്തുന്നതിനുമായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്നൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ്. സർ, KSFE, KSBC പെൻഷൻ വിതരണത്തിന് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം, കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, KFC എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കമ്പനി വായ്പ സമാഹരിച്ചു വരികയാണ്. കൂടാതെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും പെട്രോളിനും ഡീസലിനും സാമൂഹ്യ സുരക്ഷാ സെസ് ഈടാക്കാൻ തുടങ്ങി. പ്രസ്തുത സെസ് ഉൾപ്പെടെ വരവിനത്തിൽ ലഭിക്കുന്ന തുകകൾ സംസ്ഥാനത്തിൻ്റെ സഞ്ചിത നിധിയിൽ വരവ് വയ്ക്കുകയും ക്ഷേമ പെൻഷനുകൾക്കുള്ള ചെലവുകൾ ബന്ധപ്പെട്ട ബജറ്റ് ശീർഷകങ്ങളിൽ വകയിരുത്തിയ തുകയിൽ നിന്നും അപ്രോപ്രിയേഷൻ നിയന്ത്രണത്തിന് വിധേയമായി ചെലവഴിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ട് വഴിയോ നേരിട്ടോ നൽകി വരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിനാവശ്യമായ തുകയും നേരിട്ട് വീടുകളിൽ വിതരണത്തിന് ആവശ്യമായ തുകയും യഥാക്രമം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ റൂറലിൻ്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ക്രെഡിറ്റ് നൽകി വരുന്നു. സർ, 2021 മെയ് മുതൽ 26 ഏപ്രിൽ വരെയുള്ള കാലയളവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ 44,938.88 കോടി രൂപയും സർക്കാർ ധനസഹായത്തോടെയുള്ള ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇനത്തിൽ 6,071.72 കോടി രൂപയും വിതരണം നടത്തിയിട്ടുണ്ട്. ഈ ഇനത്തിൽ KSSPLന് 17,175 കോടി രൂപ ബാധ്യതയുണ്ട്. മുൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ തുകകൾ 1,600 വീതമായിരുന്നു. ആയത് 30/10/2025 ഉത്തരവ് പ്രകാരം 1,600 രൂപയിൽ നിന്നും പ്രതിമാസം 2,000 രൂപയായി വർദ്ധിപ്പിച്ചു. 2021 മെയ് മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ 47,72,279 ഗുണഭോക്താക്കൾക്ക് 728,62,62,11,100 രൂപയും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇനത്തിൽ 6,51,572 ഗുണഭോക്താക്കൾക്ക് 102,49,33,100 രൂപയും അനുവദിച്ചിട്ടുണ്ട്. 2026 ഏപ്രിൽ മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ 51,19,002 ഗുണഭോക്താക്കൾക്ക് 942,72,75,000 രൂപയും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇനത്തിൽ 6,42,753 ഗുണഭോക്താക്കൾക്ക് 126,95,99,100 രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. സർ, ഡി പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പ് പുറപ്പെടുവിച്ച 22/5/2026 തീയതിയിലെ ഉത്തരവ് പ്രകാരം വിഷൻ 2031 എന്ന പേരിൽ ഈ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടി, സ്വപ്ന പദ്ധതികൾ എന്നുൾപ്പെടെ 1,291 ലക്ഷ്യങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3,000 രൂപയായി ഉയർത്തുക എന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ക്രമ നമ്പർ 3 ലക്ഷ്യം 12ന്റെ ഭാഗമായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് സംബന്ധിച്ച നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, എൻ്റെ ചോദ്യം. സോറി, AC മൊയ്തീൻ. കണ്ടില്ല, ചോദ്യം എന്ന് പറഞ്ഞ് നിന്നതേ ഉള്ളൂ. ചോദിച്ചോളൂ. സാർ, എൻ്റെ ചോദ്യം, സാമൂഹിക ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് നിലവിൽ തുടരുമോ? സാർ, ഇത് സംബന്ധിച്ച ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. പുതിയ നടപടിക്രമത്തിൽ എന്തെങ്കിലും മാറ്റം വേണോ എന്ന് തീരുമാനിച്ചിട്ടില്ല. സാർ, സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് 2 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. ഇത് തുടരുമോ? സാർ, സ്ത്രീ സുരക്ഷാ പെൻഷൻ നമ്മൾ ഉദ്ദേശിച്ച സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് പുതിയതായി കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരി മാസത്തിൽ കൊടുത്തു തുടങ്ങിയതാണ്, തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട്. അത് സംബന്ധിച്ചൊരു തീരുമാനം ഈ സർക്കാർ എടുത്തിട്ട് അറിയിക്കും. ശ്രീ AC മൊയ്തീൻ. സർ, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യ ഘട്ടത്തിൽ തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് 3,000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും
അത് സൂചിപ്പിച്ചതാണ്. പക്ഷേ അത്തരമൊരു പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വരുന്നുവെന്നാണ്. പക്ഷേ ഇത്തരമൊരു പ്രഖ്യാപനം സ്വാഭാവികമായിട്ട് ബഡ്ജറ്റിൽ വന്നില്ല. അതുകൊണ്ട് ഈ വർധനവ് പരിഗണനയിലുണ്ടോ, അത് പരിഗണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സർ, ഇന്ദിരാ ഗ്യാരണ്ടിയായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപും തിരഞ്ഞെടുപ്പിന് ശേഷവും 6 പ്രധാനപ്പെട്ട പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. സർ, അതിൽ ആദ്യ ഗ്യാരണ്ടികൾ 2 KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആദ്യ മാസത്തിൽ തന്നെ നടപ്പാക്കി. സർ, രണ്ടാമത്തത് ഒരു വയോജന ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ആ വയോജന ഡിപ്പാർട്ട്മെൻറ്റ് ഈ സർക്കാർ അധികാരത്തിലെത്തി 1 മാസത്തിനകം പൂർത്തിയാക്കി. അതുപോലുള്ളൊരു വാഗ്ദാനമാണ് തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സാർ, അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. ശ്രീ കെ വി സുമേഷ്. സാർ, LDF സർക്കാരിൻ്റെ കാലത്ത് നേരത്തെ ഉണ്ടായിരുന്ന 600 രൂപയുടെ പെൻഷൻ 2000 വർദ്ധിപ്പിച്ചു. അത് എൻ്റെ ചോദ്യം, കൂടുതൽ അർഹരായവർക്ക് പെൻഷൻ നൽകാനുള്ള നടപടി സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും നമുക്ക് ഈ പെൻഷൻ്റെ ഗുണഭോക്താക്കളുടെ കാര്യം പരിശോധിക്കണം. പീരിയോഡിക്കലായി അത് പരിശോധിച്ചുകൊണ്ടിരിക്കണം. പലപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിൽ ചിലർ അനർഹരായി മാറും. അപ്പോൾ അർഹതപ്പെട്ടവർ പുറത്തു നിൽക്കുകയും അനർഹരായ ആളുകൾ പെൻഷൻ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തമാശയായിട്ടല്ല പറഞ്ഞത്, ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഒരാൾ വിളിച്ചു, എൻ്റെ ഈ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ലെന്ന് അവർ. അപ്പോൾ ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത്, അവരെ നിശ്ചയിക്കുന്ന സമയത്ത് അവർ അർഹരായിരിക്കും. പിന്നീട് അവരുടെ വരുമാനം വർദ്ധിക്കുകയും മറ്റു പല കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിൻ്റെ ഭാഗമായി അവർ അനർഹരായി മാറും. അപ്പോൾ അനർഹരായ ആളുകൾ ലിസ്റ്റിലുണ്ടെങ്കിൽ അർഹരായ ആളുകൾ പുറത്തു നിൽക്കുകയാണ്, അർഹരായ ആൾ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പീരിയോഡിക്കലായിട്ടുള്ള പരിശോധനകൾ നടത്തി അനർഹരെ അതിൽ നിന്ന് പുറത്താക്കുകയും അർഹരായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. ശ്രീ MS അരുൺകുമാർ. MS അരുൺകുമാർ. പ്രതിപക്ഷ നേതാവ് ചോദിച്ചില്ല. പ്രതിപക്ഷ നേതാവ് ചോദ്യം കഴിഞ്ഞിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ശ്രീ MS അരുൺകുമാർ. സർ, സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിന് എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പം ഈ UDF ഓഫീസിൽ ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിരുന്നു. അത്തരം ആളുകൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി വ്യക്തമാക്കാം. സ്വീകരിച്ചിട്ടുള്ള കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇവിടെ നിയമസഭയിൽ പറയുകയുണ്ടായിരുന്നു. ബന്ധപ്പെട്ട മന്ത്രി തന്നെ നടപടി സ്വീകരിച്ച കാര്യം ഇവിടെ അറിയിക്കുകയുണ്ടായി. അതൊരു തെറ്റായ നടപടി, അതൊന്നും പ്രോത്സാഹിപ്പിക്കില്ല. മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ തന്നെയുള്ള പെൻഷൻ്റെ ഉത്തരവ് നാളെ ഇറങ്ങും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 24-ാം തീയതി മുതൽ വിതരണം ചെയ്യുകയും ചെയ്യും. ഇനി മുതൽ മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദാഹരണം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടപെടാൻ നോക്കിയത്. ഈ ലോസ് ആഞ്ചലസിൽ പോയയാൾ ഒരു പെൻഷൻ വാങ്ങുന്ന അമ്മയുടെ മകൻ, അവരെ ആ മകൻ്റെ സംരക്ഷണത്തിലായിരിക്കില്ല, ഇവിടെ തന്നെ കഴിയുന്നതായിരിക്കും. പക്ഷേ മകൻ അവിടെ കഴിയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. അതൊരു അയോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ശരിയാവുമോ എന്നൊരു സംശയം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നല്ല വരുമാനമുള്ള ഒരു കുടുംബത്തിലെ ആൾക്ക് കിട്ടുമ്പോൾ തീരെ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടാതെ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിശ്ചയിച്ച സമയത്ത്, സർക്കാർ നിശ്ചയിച്ച സമയത്ത് അർഹരായി ആയിരിക്കും. പിന്നീട് അവരുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുത്തുകയും വീടിന് വരുമാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പം തന്നെ വച്ചിരിക്കുന്ന കണ്ടീഷനിൽ AC വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. വ്യാപകമായ പരാതിയുണ്ട് അതിനെ സംബന്ധിച്ച്. കാരണം ഇപ്പോൾ രോഗിയായ ഒരാൾ, പ്രായമുള്ള ഒരാൾ ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഈ കടുത്ത ചൂടിനെ അവഗണിക്കാൻ വേണ്ടി ചിലപ്പോൾ മക്കളോ ആരെങ്കിലും ഒരു AC വെച്ച് കൊടുത്തതാണ്. പരാതിയുണ്ട്. നമ്മൾ പരിശോധിക്കാം.
അപ്പോൾ ആ AC ഉള്ളത് കൊണ്ട് മാത്രം പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ മക്കൾ വിദേശത്ത് വലിയ വരുമാനം ഉണ്ടാകുന്ന ജോലി ചെയ്യുന്നു, ആ ഒരു വരുമാനം അവർക്ക് അയച്ചു കൊടുക്കുന്നു, ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇവർക്കുള്ള ചെലവിന് വേണ്ടി അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരുടെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ആരെയും ഇതിൻ്റെ അതൊന്നും ഒഴിവാക്കാനല്ല, നമുക്ക് ഈ അർഹരായ ആളുകൾ വരുമ്പോൾ ഇതിൻ്റെ നമ്പർ കൂടുകയും അർഹരായ ആളുകൾക്ക് അതിൻ്റെ അകത്ത് എൻട്രി കിട്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് സമയാസമയങ്ങളിൽ ഇതൊരു പരിശോധന നടത്തി പുറത്ത് നിൽക്കുന്ന അർഹരായ ആളുകളെ അകത്ത് കയറ്റാനും അനർഹരായ ആളുകളെ പുറത്ത് കളയാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് മനസ്സിലായി തീർച്ചയായിട്ടും. അതുകൊണ്ട് മക്കൾ വിദേശത്താണെങ്കിലും മക്കളെ ചിലപ്പോൾ സഹായിക്കണമെന്നില്ല. ഇപ്പോൾ ചില അമ്മമാർ പറയാറുണ്ട് 2 മക്കളുണ്ട്, 2 മക്കളുണ്ട്, മൂത്തയാൾക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സഹായിക്കില്ല, അയാൾക്ക് നിവൃത്തിയില്ല സഹായിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ആൾക്ക് സഹായിക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷെ അയാൾ സഹായിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കുടുംബങ്ങളുമുണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അങ്ങ് പറഞ്ഞത് ഗൗരവമായിട്ട് തന്നെ എടുക്കുന്നു. ശ്രീ PK ഫിറോസ്. സർ, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ, വ്യാപകമായ പരാതികൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യം, AC-യുടെ കാര്യം. ഒരു വീട്ടിൽ AC ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഡോക്ടർമാരാണ് പലപ്പോഴും AC നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡയാലിസിസ് ആയ പേഷ്യൻസ്, അവരെ കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ നാട്ടുകാരൊക്കെ പണം പിരിച്ച് വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പരിശോധിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കാലാകാലങ്ങളിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന പരാതികൾ പരിഹരിച്ച് കുറ്റമില്ലാതെ ഇത് ഭംഗിയായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഏത് ഗവൺമെൻറ് ആണെങ്കിലും കാലാകാലങ്ങളിൽ പരിശോധന നടത്തി വേണ്ട പരിഷ്കാരങ്ങൾ ഇതിൽ ഏർപ്പെടുത്തണമെന്ന് തന്നെയാണ് ഈ സർക്കാരിൻ്റെ നിലപാട്. ശ്രീ M. വിൻസെന്റ്. സർ, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അങ്ങവിടെ സൂചിപ്പിച്ചതുപോലെ 2500 രൂപ പെൻഷനാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 60 മാസം കൊണ്ട് ഓരോ വ്യക്തിക്കും 54,000 രൂപ ലഭിക്കേണ്ടതാണ് 5 വർഷം കൊണ്ട്. എന്നാൽ ആകെ 4 മാസം മാത്രം വർദ്ധിപ്പിച്ചതിലൂടെ വെറും 1600 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. വാഗ്ദാനം ചെയ്തത് തന്നെ ഏകദേശം 51,400 രൂപയുടെ കുറവ് ഈ പാവപ്പെട്ട പെൻഷൻകാർക്ക് വരുത്തിയിരിക്കുകയാണ്, ഒരു വാഗ്ദാന ലംഘനത്തിലൂടെ വരുത്തിയിരിക്കുക. സർ, എൻ്റെ ചോദ്യം, ഇവിടെ സോഷ്യൽ സെക്യൂരിറ്റി സെസ് ഉൾപ്പെടെ ഏർപ്പെടുത്തി ഫണ്ട് സമാഹരിച്ചിട്ടും യഥാസമയം പെൻഷൻ കൊടുക്കാതെ പെൻഷൻ മുടങ്ങിയത് സർക്കാർ ഗൗരവതരമായിട്ട് തന്നെ കാണുന്നുണ്ടോ? മറ്റൊരു കാര്യം, കഴിഞ്ഞ ഗവൺമെൻറ് സാമൂഹ്യക്ഷേമ പെൻഷൻ പറയട്ടെ, സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ ക്ഷേമനിധി പെൻഷൻ എന്ന് പറയുന്നത് അവരുടെ അംശാദായം അടച്ചിട്ട് കിട്ടുന്നതാണ്. അത് നിഷേധിച്ചവരാണ് കഴിഞ്ഞ സർക്കാർ. ഈ സർക്കാർ അതുൾപ്പെടെ കൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വിശദമായ പരിശോധന പെൻഷൻ വിതരണത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ മാനദണ്ഡങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകണം. ഇപ്പോൾ ഗവൺമെൻറ് അതിന് സമയം കിട്ടിയിട്ടില്ല. തീർച്ചയായും അത് പരിശോധിച്ച് കുറ്റമറ്റതാക്കി ഈ വിതരണം നടത്താൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും.